താമ്പൂലം ചവയ്ക്കുന്നത് എങ്ങനെ എന്തിന് സിദ്ധഗ്രന്ഥങ്ങളിൽ പറയുന്നത് കേൾക്കാം. വെറ്റില, ചുണ്ണാമ്പ്, അടയ്ക്ക അഥവാ പാക്ക്, പിന്നെ ഏലം, ഗ്രാമ്പു, ജാതിക്ക, ജാതിപത്രി, ചുക്ക് അങ്ങനെ ഇവയൊക്കെയും താമ്പൂലത്തിൽ ചേർക്കുന്നു. പണ്ടുള്ളവർ ഇത് ചവച്ചിരുന്നത് വിശപ്പും രുചിയും കൂട്ടാനും അമിതദാഹം കുറയ്ക്കാനും കൃമിശല്യം, മലബന്ധം, പല്ല് രോഗങ്ങൾ തടയാനും മാത്രമല്ല സ്പേം ക്വാളിറ്റി കൂട്ടാനും കൂടിയായിരുന്നു. രാവിലെ താമ്പൂലം ചവയ്ക്കുമ്പോൾ അടയ്ക്ക അധികം ചേർക്കുന്നു. മലബന്ധം ഒഴിയാൻ ഇത് സഹായിക്കുന്നു. ഉച്ചയ്ക്ക് ചുണ്ണാമ്പ് അധികം ചേർക്കുന്നു. ഉച്ചഭക്ഷണം നന്നായി ദഹിക്കാനാണ് ഇത് ചെയ്യുന്നത്. രാത്രി വെറ്റിലയാണ് അധികം ചേർക്കുന്നത്. വായുനാറ്റം ഒഴിവാകാനാണിത്. ഇനി ചവയ്ക്കേണ്ട രീതിയുമുണ്ട്. ചുണ്ണാമ്പ് തേച്ച വെറ്റിലയാണ് ആദ്യം, പിന്നീടാണ് പാക്ക് വായിലിടുന്നത്. ശേഷം പതിയെ ചവച്ചു തുടങ്ങണം. ആദ്യം വായിൽ വരുന്ന നീര് വിഷമായി കരുതുന്നു. രണ്ടാമത് വരുന്നത് മാനസിക രോഗം ഉണ്ടാക്കുന്നതായി കരുതുന്നു. അതുകൊണ്ട് ഇവ രണ്ടും തുപ്പിക്കളയണം. മൂന്നാമത് വരുന്നതാണ് അമൃതമായി കണക്കാക്കുന്നത്. നാലാമത്തേതും ഗുണം ചെയ്യുന്നു. ഇവ രണ്ടും പതിയെ ഉള്ളിലേക്ക് ഇറക്കാം. പിന്നീട് വരുന്നതൊന്നും ശരീരത്തിന് ഗുണകരമല്ലാത്തതുകൊണ്ട് തുപ്പിക്കളയണം. ഇതാണ് യഥാർത്ഥത്തിൽ താമ്പൂലം ചവയ്ക്കേണ്ട രീതി. രക്തസമ്മർദ്ദം, ക്ഷയരോഗം, നേത്രരോഗങ്ങളുള്ളവർ താമ്പൂലം ചവയ്ക്കാൻ പാടുള്ളതല്ല എന്നും സിദ്ധന്മാർ പറയുന്നു.